കിയയുടെ പുതിയ സോണറ്റ് എന്തായാലും അൺവെയിൽ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് December 20 കേട്ടോ. അപ്പോൾ ഇന്നലെ ബുക്കിംഗ് ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. പ്രൈസ് എന്തായാലും വന്നിട്ടില്ല ഒരു വേരിയൻറ്റിൻ്റെ പോലും. പ്രൈസും ജനുവരിയിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹ്യുണ്ടയുടെ വെന്യൂവിനും അതുപോലെ തന്നെ ടാറ്റയുടെ നെക്സനും ഇതിലൊക്കെ ആയിട്ട് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഹ്യുണ്ടൈ വെന്യൂവുമായിട്ട് നമ്മുടെ വേണുകൂട്ടനായിട്ട് കുറച്ചൊക്കെ ഫീച്ചേഴ്സ് സാമ്യമുണ്ടെങ്കിലും നെക്സനെ കഴിഞ്ഞും കുറച്ചധികം ഫീച്ചേഴ്സ് എക്സ്ട്രാ ആയിട്ട് ഈ പുതിയ സോണറ്റിൽ വരുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ളൊരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള നെക്സൺ വന്നത് ഭയങ്കര മാറ്റത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അതിന് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിൽ മാത്രമേ സോണറ്റിന് മാർക്കറ്റ് ഉണ്ടാവുന്ന എന്തായാലും ഡിസൈൻ അവരുടെ ടീം എന്തായാലും അറിയുന്നതുകൊണ്ടായിരിക്കണം കുറേയേറെ മാറ്റങ്ങൾ എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നെക്സണിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഏതാണ്ട് 8ഓളം ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നാന്ന് നമുക്ക് നോക്കാം. അതായത് നെക്സണും സോണറ്റും ഏതാണ്ട് കുറേയേറെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടാട്ടോ ഇത്തവണ ഫേസ് ലിഫ്റ്റ് വന്നത്. അതായത് 6 എയർ ബാഗ്സ് ഉണ്ട്, 360 ക്യാമറ ഉണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്. അങ്ങനെ കുറേയേറെ കോമൺ ഫീച്ചേഴ്സ് രണ്ടിലും വരുന്നുണ്ട്. എന്നാലും നെക്സനേക്കാൾ കുറച്ചധികം ഫീച്ചേഴ്സ് സോണറ്റിൽ കൊണ്ടുവന്നുണ്ട്. അതായത് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ലെവൽ 1 അഡാസ് ആണെങ്കിലും നെക്സണിൽ അഡാസ് ഫീച്ചേഴ്സ് അവൈലബിൾ അല്ല. സോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ലെവൽ 1 അഡാസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ലെവൽ 1 അഡാസിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ലൈൻ കീപ്പ് അസിസ്റ്റായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ അത്രയ്ക്ക് പ്രായോഗികമാണെന്നറിയില്ല. ലൈൻ കീപ്പ് അസിസ്റ്റ് അതുപോലെ ലൈനിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാണിങ് അത്തരമുള്ള ലൈൻ കീപ്പ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് ആയിട്ടുള്ള കുറേ വാണിങ്ങൾ നമുക്ക് കിട്ടിയും അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻ കീപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ് ഈ വരുന്ന അഡാസ് ഫീച്ചറിൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡിങ് വെഹിക്കിളിൻ്റെ ഡിപ്പാർച്ചർ അല്ലെങ്കിൽ അറിയുന്ന അല്ലെങ്കിൽ ഒരു പുറകോട്ട് വരിക അല്ലെങ്കിൽ മുന്നോട്ട് എടുക്കുക ആ ഡിപ്പാർച്ചർ ആ ഒരു ഇത് കിട്ടും. പിന്നെ ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ലീഡിങ് വെഹിക്കിളിൻ്റെ ഡിപ്പാർച്ചർ അസിസ്റ്റ് നമുക്ക് കിട്ടും. നമുക്കൊരു വാണിംഗ് വരും. അതുപോലെ ഹൈ ബീം ആണെങ്കിൽ വാണിംഗ് കിട്ടും. അതുപോലെ നമ്മൾ ഉറങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുള്ളി സമ്മതിക്കില്ല കേട്ടോ ഒന്ന് ഉറങ്ങാനൊന്നും. അപ്പോൾ തന്നെ ഉണരു ഉണ്ണിപ്പോവുക എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി കൺസിഡർ ടീ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു വാണിംഗൊക്കെ തരും. അതുപോലെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയായിട്ടുള്ള വെഹിക്കിൾ കൊളീഷൻ അസിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് വരിക. അതുപോലെ തന്നെ സ്പീഡ് ഡിറ്റക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അസിസ്റ്റൊക്കെ അല്ലെങ്കിൽ ആ അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളെ സൈക്കിളുകളൊക്കെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. അതുപോലെ പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ തന്നെ വണ്ടി അത് കാണുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഓപ്ഷനൊക്കെ ആട്ടോ ഈ വരുന്നത്. പിന്നീട് വരുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റായിട്ട് വരുന്നത്. 4-way അഡ്ജസ്റ്റബിൾ ആണ്. 4-way പവേർഡ് ആയിട്ടുള്ള സീറ്റാണ് ഡ്രൈവർ സീറ്റ് വരുന്നത്. നെക്സണിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് സീറ്റുകൾക്ക് വരുന്നത്, ഡ്രൈവർ സീറ്റിന് വരുന്നത് കേട്ടോ. പിന്നീട് ഇതേ ഓപ്ഷൻ ഉള്ളത് ഹ്യുണ്ടൈ വെന്യൂവിൽ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫീച്ചേഴ്സ് വെന്യൂ ആയിട്ട് കോമൺ ആയിട്ട് വരുന്നുണ്ടെന്ന്. അതായത് ഇതിൻ്റെ എല്ലാ വേരിയൻറ്റിലും വരുന്നില്ല. HTX+, GTX+, അതുപോലെ X ലൈൻ വേരിയൻറ്റ്. അതായത് ടോപ്പ് എൻഡുകളിലേക്ക് മാത്രമാണ് ഈ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വേരിയൻറ്റുകൾ വരുന്നത് കേട്ടോ. പിന്നീട് പറഞ്ഞാൽ ആംബിയൻറ്റ് ലൈറ്റിംഗ് ആണ് വരുന്നത്. പഴയ സോണറ്റിലും ആംബിയൻറ്റ് ലൈറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാൽ പക്ഷേ അത് മ്യൂസിക് അനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ വണ്ടിയിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് അനുസരിച്ച് ആംബിയൻറ്റ് ലൈറ്റിങ്ങിൽ വ്യത്യാസം വരും. സൗണ്ട് ആംബിയൻറ്റ് ലൈറ്റിങ്ങും ഈ HTX+ലും GTX+ലും അതുപോലെ ടോപ്പ് ആൻഡ് വേരിയൻ്റായ X ലൈനിലും ഈ 3 ടോപ്പിലായിട്ടുള്ള വേരിയൻറ്റുകളിൽ മാത്രമാട്ടോ ഈ ഓപ്ഷൻസ് എല്ലാം വരുന്നത്. പിന്നീട് അടുത്ത് നമുക്ക് നെക്സണിൽ ഇല്ലാത്ത ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ഡോർ പവർ വിൻഡോയുടെ എല്ലാം തന്നെ 1 ടച്ച് ഓപ്പറേറ്റിംഗ് ആണ്. അതായത് 4 പവർ വിൻഡോയിൽ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാവുന്ന ഓപ്ഷനാണ് വരുന്നത്. അത് പക്ഷേ വരുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് ആയിട്ടുള്ള X ലൈനിൽ മാത്രമായിട്ടോ വരുന്നത് 4 ഡോർ ഓപ്ഷൻ വരുന്നത്. എന്തായാലും നെക്സണിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. നെക്സണിൽ ഓപ്ഷൻ വരുന്നത് തന്നെ ഡ്രൈവർ സീറ്റിലേക്ക് മാത്രമാണ് വരുന്നത് കേട്ടോ. അതുപോലെ സോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ടോപ്പ് എൻഡായ X ലൈൻ ഒഴിച്ച് ബാക്കിയുള്ള മീഡിയം വേരിയൻറ്റ് മിഡ് വേരിയൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഡ്രൈവർ സീറ്റിന് മാത്രമാണ് പവർ വിൻഡോ 1 ടച്ച് വരുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് കീ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ക്യാബിൻ പ്രീകൂൾ പോലെയുള്ള ഫെസിലിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സോണറ്റിലേക്ക് പറ്റും. നെക്സണിലേക്ക് വരുമ്പോഴും അതുപോലെ വെന്യൂലേക്ക് വരുമ്പോഴത്തേക്കും ഇത്ര ഓപ്ഷനൊന്നും അവൈലബിൾ അല്ല കേട്ടോ. പിന്നീടുള്ള അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത്. അതായത് 3 ടൈപ്പ് എഞ്ചിനിൽ കുറേയേറെ വ്യത്യാസമുള്ള ട്രാൻസ്മിഷൻ അവർ തരുന്നുണ്ട്. അതായത് 6 സ്പീഡ് ആയിട്ടുള്ള IMT വരുന്നുണ്ട്. മാനുവൽ വിത്തൗട്ട് ക്ലച്ച് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ 6 സ്പീഡ് ആയിട്ടുള്ള ടോർക്ക് കൺവേർട്ടഡ് ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് കേട്ടോ. നെക്സണിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ ഡീസൽ വരുന്നതെന്ന് പറഞ്ഞാൽ 6 മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ 6 ആയിട്ടുള്ള AMT ഓപ്ഷനുമാണ് വരുന്നത്. പിന്നീട് നോക്കി കഴിഞ്ഞാൽ ട്രാക്ഷൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ട്രാക്ഷൻ മോഡുകൾ 2 കുറേയേറെ വരുന്നുണ്ട്. മൾട്ടിപ്പിൾ മോഡുമായിട്ടാണ് നെക്സണും വരുന്നത്, അതുപോലെ ഈ സോണറ്റും വരുന്നത്. പക്ഷേ സോണറ്റിനൊരു 3 വ്യത്യാസമായിട്ടുള്ള മോഡുകൾ അവൈലബിൾ ആണ്. അതായത് സ്നോ, മഡ് ആൻഡ് സാൻഡ് എന്ന് പറഞ്ഞ 3 മോഡ്സ് അവർ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ സ്ലിപ്പേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. എഞ്ചിൻ അതുപോലെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത്
ഷിഫ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ ആ മോഡ് അനുസരിച്ച് നമ്മുടെ ടെറൈൻ അനുസരിച്ച് മോഡ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി അത് ചേഞ്ച് ചെയ്ത് സ്ലിപ്പറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോനറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്ഷനായിട്ടാണ് അവർ വരുന്നത്. 4 വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സണിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വീലുകൾ മാത്രമാണ് ഡിസ്ക് ബ്രേക്കുകളുള്ളത്. ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. അത് നമുക്ക് കൂടുതൽ സേഫറായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്തായാലും സോനറ്റാണ് നെക്സനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 8 ഫീച്ചേഴ്സ് നമുക്ക് നെക്സനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെക്സനുമായിട്ട് സോനറ്റിനെ മുട്ടി നോക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് സോനറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബുക്കിങ്ങുകളൊക്കെ 20-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞു. ജനുവരിയോടുകൂടി സോനറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും സോനറ്റ്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.